6:50, 4:40, 5:30, 6:20. ഇതിൽ ഏറ്റവും വലുത് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് A/m the whole raised to n A/mn എന്ന് എഴുതാം. അപ്പോൾ ഈ 3:50 നമുക്ക് 3/5 × 10 എന്ന് എഴുതാം. അതിന് നമുക്ക് 3/5 the whole raised to 10 എന്ന് എഴുതാം. അതായത് 3/5 എന്ന് പറഞ്ഞാൽ 3² × 3² × 3, അതായത് 9 × 9 81 3 243. 243 റേസ്റ്റ് 10 ആണ്. അടുത്തത് 4/40 നമുക്ക് 4/4 × 10, അതായത് 4/4 × എല്ലാം ഒറ്റ പവറാക്കി എഴുതണം. 10 മാത്രം വെളിയിലെടുക്കുക. A/m the whole raised to A/mn അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. A/m the whole raised to n-നെ A/m × n എന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് 4² × 4², അതായത് ഇത് എത്ര വരും? 256 വരും. 256/10. അടുത്തതോ 5/30. 5/30 നമുക്ക് 5/3 × 10 എന്ന് എഴുതാം. അതായത് 5/3 the whole raised to 10 എന്ന് എഴുതാം. 125/10. ആദ്യത്തെ 243/10, രണ്ടാമത്തെ 256/10, അടുത്ത 125/10. ഇനി 6/20 നമുക്ക് 6/2 × 10 എന്ന് എഴുതാം. അതായത് 6² the whole raised to 10 എന്ന് എഴുതാം. അതിന് A/mn m × n എന്ന് പറയാം. A/m the whole raised to n, അതായത് 36/10. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാ? 243/10, 256/10, 125/10, 36/10. ഇത് 4/40 ആണ് ഉത്തരം. അതാണ് ഏറ്റവും വലുത്. 256/10 ഏറ്റവും വലുത്. അത് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാം ഒരെണ്ണത്തിൻ്റെ 10ൻ്റെ പവറാക്കി എഴുതാം. 50-നെ 5 × 10 എന്ന് എഴുതാം, 40-നെ 4 × 10 എന്ന് എഴുതാം, 30-നെ 3 × 10 എന്ന് എഴുതാം, 20-നെ 2 × 10 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 256/10 അതാണ് ഏറ്റവും വലുത്. 4/40. ഓപ്ഷൻ ബി.